കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയെന്ന KCBയുടെ പ്രാഥമിക കണ്ടെത്തൽ. മഴയത്ത് സർവീസ് വയർ കടയിലെ തകര ഷീറ്റിൽ തട്ടിയെന്ന നിഗമനം. രാത്രി പ്രവർത്തിച്ച ബൾബിന്റെ വയറിലെ ചോർച്ചയിലൂടെയും തൂണിലേക്ക് വൈദ്യുതി പ്രവഹിച്ചതാകാമെന്നും സംശയമുണ്ട്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ K. വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഈ പ്രദേശം സഞ്ചരിച്ച് അവിടുത്തെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് കാരണങ്ങളാണ് ഇത്തരത്തിൽ വൈദ്യുതി പ്രവഹിക്കാൻ ഇടയായിട്ടുണ്ടായിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമ്മൾ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ കടയിലേക്കുള്ള സർവീസ് ലൈനിന് ലീക്കേജ് ഉണ്ട്. ആ ലീക്കേജ് കാറ്റ് അടിക്കുന്ന സമയത്ത് ആ സർവീസ് ലൈനിന്റെ ലീക്കേജ് കടയുടെ തകര ഷീറ്റ് വഴി ഇലക്ട്രിക് കമ്പിയിലേക്ക്, ഈ തൂണിലേക്ക് പ്രവഹിച്ചിരിക്കാമെന്നും അതുവഴി ഈ റിജാസിന് ഷോക്കേറ്റിരിക്കാമെന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അവർ നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കടയിൽ രാത്രി ലൈറ്റ് ഇടാറുണ്ട്. ആ ലൈറ്റ് സ്വിച്ച് ഓണായി തന്നെയായിരുന്നു കടന്നിരുന്നത്. ആ ലൈറ്റ് കത്തുന്ന അതിലേക്കുള്ള സർവീസ് ലൈനിനും കേടുണ്ടായിട്ടുള്ളതായി അല്ലെങ്കിൽ തകരാറുള്ളതായിട്ട് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുവഴിയും ആ കമ്പിയും ആ ലൈനും ഈ തൂണുമായി കണക്റ്റഡ് ആണ്. അതുവഴിയും ഒരുപക്ഷെ ഇതിലേക്ക് പ്രവഹിച്ചിരിക്കാം എന്നൊരു നിഗമനത്തിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. രണ്ട് സാധ്യതകളാണുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇലക്ട്രിക് എഞ്ചിനീയർമാർ ഈ റിപ്പോർട്ട് പറയുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം KCB ഓഫീസർമാർ വന്ന് പരിശോധന നടത്തിയ സമയത്ത് ഇത്തരത്തിലൊരു തകരാറ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നൊരു കാര്യം KCBയുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നറിയാൻ വേണ്ടി സാധിക്കൂ. എന്തായാലും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും മൊഴിയെടുപ്പുകളും ഇന്നും നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ള രീതിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്കും വൈദ്യുതി മന്ത്രിക്കും സമർപ്പിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ KCB ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞതുപോലെ ഈ കടയിലേക്കുള്ള സർവീസ് ലൈനിൽ തകരാറുണ്ടായിരുന്നില്ല എന്നൊരു വാദം തള്ളിക്കളയുന്നതാണ്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ഇന്നലെ സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇന്ന് ഈ KCB പരിശോധന നടത്തിയ KCB ഉദ്യോഗസ്ഥരുടെയും ഈ കടയുടെ ഉടമയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം എടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. രണ്ടു കാരണങ്ങളാണ് ഈ തൂണിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായിട്ടില്ല. ഈ മൊഴിയെടുക്കലും KCB ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പും കടയുടമയുടെ മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പൂർത്തിയാവുകയുള്ളൂ. നമ്മൾ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ സംഘത്തിൽപ്പെട്ട ആളുകളെ ബന്ധപ്പെടുന്ന സമയത്താണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാവുന്നത്. രണ്ട് സാധ്യതകളുണ്ട്. ഈ KCBയുടെ കണ്ടെത്തലിനെ തള്ളിക്കൊണ്ടാണ് എന്തായാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വിഷ്ണു, ഗോകുൽ, നമുക്കറിയാം മഴക്കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടിയും ഒരുപക്ഷെ കൃത്യമായൊരു പരിശോധന ഇനിയും നടത്തേണ്ടതില്ലേ? കാരണം വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനുഷ്യന് തന്നെ അപകടകരമായി ബാധിക്കാവുന്ന തരത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായൊരു പരിശോധന ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയല്ലേ എടുത്തു പറയേണ്ടത്? വിഷ്ണു, അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലുള്ള ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നലെ ഫറൂഖ് സെക്ഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി സംഭവസ്ഥലം പരിശോധിച്ച സമയത്ത് അവർക്കെതിരെ പ്രദേശത്തെ കുറ്റിക്കാട്ടൂരിലെ ജനങ്ങൾ രോഷം പ്രകടിപ്പിക്കുന്നു, അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം ഈ കടയുടെ മുകളിൽ കൂടി ഒരു മരം പോകുന്നുണ്ട്. ആ മരം കാറ്റടിക്കുന്ന സമയത്ത് സർവീസ് ലൈനുമായി കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആ മരം കാറ്റടിക്കുന്ന സമയത്ത് ഈ തകര ഷീറ്റുമായി ബന്ധപ്പെടുന്ന ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ സർവീസ് ലൈനിൽ കൂടി ഉള്ള കറണ്ട് കടയുടെ തൂണിലേക്ക് പ്രവഹിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി പ്രദേശങ്ങളുണ്ട്. സാധാരണ ഈ മഴക്കാലമാകുന്ന സമയത്ത് KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഷോർട്ടേജുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ മരങ്ങളും ഈ വൈദ്യുതി ലൈനിലേക്ക് കയറി കിടക്കുന്ന മരങ്ങളുടെ തണ്ടുകളും വള്ളിപ്പടർപ്പുകളൊക്കെ ചെത്തി മാറ്റുന്ന അല്ലെങ്കിൽ മുറിച്ചു മാറ്റുന്ന ഒരു മുൻകരുതലൊക്കെ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ആ ഭാഗത്ത് കുറ്റിക്കാട്ടൂർ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതി നാട്ടുകാരുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഈ കുറച്ചുകൂടി കരുതലോടുകൂടി KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപെടാനുള്ള സമീപനം ഉണ്ടാവണം എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കാരണം ഇവർ ഈ 17-ാം തീയതിയാണ് ഈ കടയിൽ ലീക്കേജ് ഉള്ളതുമായി ബന്ധപ്പെട്ട് കടയുടമ ആദ്യമായി KCB ഓഫീസിൽ വിളിക്കുന്നത്. അതായത് എൻ്റെ സർവീസ് ലൈനിൽ തകരാറുണ്ട് എന്ന കാര്യം KCB ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ 17-ാം തീയതിയാണ് കടയുടമയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് അറിയിക്കാൻ വേണ്ടി 17-ാം തീയതി 18-ാം തീയതി KCB ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവർ ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല, അറ്റൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് അറിയുന്നത്. തുടർന്ന് 19-ാം തീയതിയാണ് KCB ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതും അവർ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുന്നതും. 17-ാം തീയതി ഉണ്ടായ
ഉണ്ടായ ഒരു ലീക്കേജ് അതിനെ സംബന്ധിച്ച് പരാതി പറയാൻ വേണ്ടി 2 ദിവസം വിളിച്ചിട്ടും KSEB ഉദ്യോഗസ്ഥരെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 3ാമത്തെ ദിവസം മാത്രമാണ് അവർ വന്നത്. അവർ വന്നു നോക്കി പരിശോധന നടത്തി പോയിരുന്നെങ്കിലും ഈ തകരാറുണ്ടെന്ന് മനസ്സിലാക്കി അത് ലൈൻ കട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ KSEB ഉദ്യോഗസ്ഥർക്കെതിരെയും KSEB ജീവനക്കാർക്കെതിരെയുമുള്ള അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഈ ഇന്നലെ മരണപ്പെട്ട റിജാസിന്റെ കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികളും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഒരുപാട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സ്വാഭാവികമായ പ്രതികരണം പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സർവീസ് ലൈനിലുള്ള ലീക്കേജ് ഈ മരം കാറ്റടിച്ചത് മൂലം മരത്തിൽ കൂടി തകരയിലേക്ക് പ്രവഹിച്ച് അതുവഴിയാണ് തൂണിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് കടകളുടെയും വീടുകളുടെയും പരിസരങ്ങളിലും കളിസ്ഥലങ്ങളുടെ പരിസരങ്ങളിലും സ്കൂളുകളുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും വൈദ്യുതി KSEBയുടെ വൈദ്യുതി ലൈനിൽ കൂടി ഇങ്ങനെ മരങ്ങൾ ചുറ്റിപ്പടർന്നിരിക്കുന്നു, വള്ളികൾ ചുറ്റിപ്പടർന്നിരിക്കുന്നു, മരങ്ങൾ അതിന്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും മഴ വരുന്ന സമയത്ത് വൈദ്യുതി ലൈനിൽ തട്ടി മരത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കാനുള്ള ഒരു സാധ്യതകൾ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതെന്തായാലും പരിഹരിക്കാനുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും KSEB സ്വീകരിക്കേണ്ടത് തന്നെയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്.